അത് നമ്മുടെ താമരശ്ശേരി ചുരത്തിലേക്കാണ്. അപ്പോൾ ലാൻഡ് സ്ലൈഡൊക്കെ നടന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. എന്തായി ഇതൊന്ന് പോയി നോക്കിയാൽ കളയാം നമുക്ക് എന്തായാലും. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അവനെ കാണുന്നുമില്ല. എന്തായാലും ചെക്കൻ വരട്ടെ. അപ്പോൾ നമ്മുടെ താമരശ്ശേരി ചുരത്തിലേക്കാണ് ഇന്നത്തെ ട്രിപ്പ്. അപ്പോൾ ലാൻഡ് സ്ലൈഡൊക്കെ നടന്നതിന് ശേഷം അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെയും കാത്ത് നിൽക്കുകയാണ്. പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ഇതുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വണ്ടി എടുക്കാൻ കാരണം തന്നെ അവനാണ്. അപ്പോൾ അവൻ്റെ വണ്ടി ഓടിച്ചിട്ടാണ് എനിക്ക് ഈ വണ്ടി പരിചയമായത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്തേ ഇത്രയായി സൈഡ് നോക്കുമ്പോൾ നല്ലോണം കാണുന്നത്. എന്നാ പോവാ കേട്ടോ. നീ അത് പറിച്ചില്ല PPF? നീ പറിച്ചു കളഞ്ഞിട്ടില്ല? ഇതിനകത്തുണ്ട്. എങ്ങനെ പറിക്കുക? പെയിന്റ് ഇളകുന്നു. പെയിന്റ് പറഞ്ഞു പോകുന്നു. വിട്ടാ പോവാ. ഇപ്പോൾ ചെക്കൻ്റെ വണ്ടി ആവറേജ് അത്യാവശ്യം മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുള്ളൊരു വണ്ടിയും കൂടെയാണ്. നമ്മുടെ ചെക്കനെ കാണുന്നില്ല, ആളെ മിസ്സായല്ലോ. താഴെ മൊത്തത്തിൽ ഇടിഞ്ഞു പോയല്ലോ സത്യം പറഞ്ഞാല്. പോലീസുകാരൊക്കെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുണ്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ചുരത്തിൽ എവിടെയും വണ്ടി നിർത്താൻ പറ്റാത്ത അവസ്ഥയാണ്, ബ്ലോക്ക് ആവുന്നതിന് വേണ്ടിയിട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെള്ളച്ചാട്ടമൊക്കെ കാണാട്ടോ. ചുരം ഇറങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ KSRTC തന്നെ ഇറങ്ങണം. അത് ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല. വേണ്ട അത് അടുത്ത മണ്ണടിച്ചതിൽ ഈ ചുരത്തിൽ സത്യം പറഞ്ഞാൽ ആനവണ്ടി കയറിയിട്ടുള്ള യാത്ര അതൊന്ന് വേറെ മൂഡ് തന്നെയാണ്. അവനെ കാറൊക്കെ പപ്പടം പൊടിയുന്ന പോലെയാണല്ലോ പൊടിഞ്ഞടക്കുന്നത്. എന്താണ് വളവിൽ പോലീസുകാരെ നിർത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ചുരം ഇടിഞ്ഞതോടെ ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് എല്ലാവരും. ഒരുത്തനിതാ ഫ്രണ്ടിൽ ചുരത്തിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്നു. അത് അതിലും വലിയ കോമഡി. അയ്യോ ഏത് ഇവന്മാരൊക്കെ എവിടെന്ന് കുറ്റിയും പറിച്ചോട്ട് വരുത്തരും. ഓളുമല്ലേ പോയത്? അയ്യോ വീണ്ടും നിങ്ങളോ? അപ്പം നമ്മൾ ചുരം ഇറങ്ങി ചുരത്തിൻ്റെ അടിവാരം എത്താനായി. അപ്പോൾ എന്തായാലും ഇനി ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് നമ്മുടെ തുഷാരഗിരി റോഡൊന്ന് പോയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടു. അപ്പോൾ അവിടെ ഒന്ന് നിർത്തി വാ. എക്സ്പൾസ് അപ്പോൾ ചെറിയൊരു മഴയൊക്കെ കിട്ടി.
ഇപ്പോൾ വെയിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും ചുരം ഇറങ്ങിയിട്ട് വെറുതെ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് തുഷാരഗിരി ആ റോഡൊന്ന് പോവാന്ന് കരുതിയിട്ട് തുഷാരഗിരിക്ക് ഇറങ്ങിയതാണ്. ഹിമാലയൻ്റെ ശരിക്കും പറഞ്ഞാൽ റെഡ് റോസ്റ്റർ കയറ്റി കഴിഞ്ഞാൽ ഒടുക്കത്തെ സൗണ്ടാണ്. ആ കോർണറിൽ നിന്നൊക്കെ ഹൈ റേഞ്ച് കയറുമ്പോൾ കിട്ടുന്ന ആ സൗണ്ട് ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ആ ഒരു സൗണ്ടിലൊക്കെയാണ് ഈ വണ്ടി എടുക്കാൻ ഞാൻ മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. അതായത് റെഡ് റോസ്റ്ററൊക്കെ ആകുമ്പോൾ പറയണ്ട, സത്യം പറഞ്ഞാൽ ആ ഭീകര പൊട്ടുന്ന സൗണ്ട് അതാണ് ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. പിള്ളേരൊക്കെ കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. ഓ, ആ ബാസാണ് സത്യം പറഞ്ഞാല് അഡിക്റ്റായി പോണ. ചെറിയൊരു ചാറ്റൽ മഴ കിട്ടിയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ ഈ റോഡ് കയറാൻ. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് മരമൊക്കെ മുറിച്ചിട്ടിട്ടുണ്ടല്ലോ. ഓ, ആ കയറ്റം കയറുമ്പോൾ വരുന്ന ബാസ് അതിലാണ് അഡിക്റ്റായി പോണം. അയ്യോ, പോലീസ് ഓടിക്കോ. എന്തൊരു എന്താ അയാളെന്താ അങ്ങനെ ഒരു നോട്ടോ? വണ്ടിയൊക്കെ വട്ടം വെച്ചിട്ടുണ്ടല്ലോ. എന്താ പിള്ളേരെന്താ കാണിക്കണേ? പതിയെ പോണ എൻ്റെ ടയർ മുട്ടയാന്ന് പറഞ്ഞുകൊണ്ട് കിടന്നവനാണ് ഈ പോക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന് വിചാരിച്ച് എന്നെ പിടിച്ച് ബാക്കിലിട്ടു. ഇപ്പം അവൻ പോണ പോക്ക് നോക്കി. ഇതാണ് ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ഓടിച്ച് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇതിൽ പോവും. ബാക്കിൽ വന്നു കഴിയുമ്പോൾ മറ്റേ ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കണം. ഇപ്പം ഇവൻ പോകുന്ന പോക്ക് പോയിക്കോ. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിയെ പോണ എൻ്റെ ടയർ മുട്ടയാന്ന് പറഞ്ഞോളൂ. കണ്ടില്ലേ? പണ്ട് ഇത് ഈ ഒരു സ്ഥലത്തുനിന്ന് ഈ വളവ് ഞാൻ പേടിച്ചിട്ട് ഞാൻ ശരിക്കും ആ റോട്ടിൽ കൂടെ എങ്ങോട്ട് പോയിട്ടുണ്ട് ഒരു തവണ. അയ്യോ, ഇപ്പം അതുപോലെ സംഭവിച്ച് താഴെ പോയേനെ. ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്ത് മഴ, ചില സ്ഥലത്ത് വെയിൽ, ചില സ്ഥലത്ത് മഴ, 2 കിലോമീറ്റർ ഇടവിട്ടൊക്കെ സത്യം പറഞ്ഞാൽ മഴ പെയ്യുന്നത്. ഇപ്പം ചിലപ്പോൾ വയനാട് ചുരത്തിൻ്റെ മേലെ വെയിൽ മഴയായിരിക്കും. പതിയെ പോകണം, എൻ്റെ ടയർ മുട്ടയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നവനാണ് ഈ ബാക്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ കുന്തളിപ്പ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതേ പോണ് വെടിയുണ്ട പോലെ. ഓ, അടിപൊളി ഒരു വെള്ളച്ചാട്ടം കണ്ടില്ലേ നിങ്ങൾ? അയ്യോ, ഉള്ള മണ്ണൊക്കെ റോട്ടിൽ കിടന്നിട്ട് കണ്ടില്ലേ? പോണ പോക്ക് കണ്ടില്ലേ? അയ്യോ, വെള്ളം. കാല് പൊക്കി പിടിച്ചേക്കാം, ഇല്ലെങ്കിൽ ഷൂ ഒക്കെ വെള്ളത്തിലായിട്ട് ഷൂവിനെ കഴുകേണ്ടി വരില്ല. ഇപ്പോൾ ഫുള്ള് വെള്ളമാണല്ലോ. ഓ, അവൻ്റെ വണ്ടിയിൽ നിന്ന് തീർക്കുന്നതും എൻ്റെ ടയറിൽ നിന്ന് തീർക്കുന്നതും എല്ലാം എൻ്റെ ഷൂവിൻ്റെ മേലെ. അപ്പം നമ്മുടെ ഫ്രണ്ടിലൊരു ജി ടി ആണെന്ന് തോന്നുന്നു, ഒരു GT പോകുന്നുണ്ട്. അപ്പോൾ അത് ഓടിക്കുന്നൊരു പെങ്കൊച്ചാണ്.
എന്താലേ അവളെങ്ങനെ വെയിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഞങ്ങൾ ആ പാലത്തുനിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് അവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഓ, രണ്ടും പെൺപിള്ളേരാണല്ലോ ഓടിക്കുന്നത്. കൂടെ ഒരു ചെറിയ കൊച്ചുമുണ്ട്. നമുക്കെന്തായാലും അതിലൊന്നും പെടണ്ട. അപ്പം നമ്മുടെ ചെക്കനെ ഇടയിൽ വെച്ച് മിസ്സായിരുന്നു. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ചെറിയൊരു ബഗ് വന്നതുകൊണ്ട് ക്യാമറ ഓഫ് ആവുന്നില്ല. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എന്താ പറ്റിയെന്ന് അറിയണ്ട്. വല്ല അപ്ഡേഷനും വന്നിട്ടുണ്ടോ എന്നറിയില്ല. അവനിപ്പോൾ മേലെ എത്തിയിട്ടുണ്ടാവും. അവൻ്റെ പോക്ക് അങ്ങനെയാണ്. സത്യം പറഞ്ഞു അവൻ്റെ പോക്കനുസരിച്ച് ഇപ്പോൾ അവൻ മേലെ എത്തിയിട്ടുണ്ടാവും. ചെറിയ വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പല സ്ഥലത്ത് 2 കിലോമീറ്റർ അനുസരിച്ചാണ് ഇപ്പോൾ മഴ പെയ്യുന്നത്. അയ്യോ, KSRTC. ചുരത്തിലൊക്കെ ഫുള്ള് കട്ടറാണല്ലോ. എന്താലേ കാർ ഇടിച്ച് പൊളിഞ്ഞ് കിടക്കണ നോക്കി. കൂളൻ്റ് ലീക്കായിട്ടുണ്ടോ? ചിലപ്പോൾ ആ വണ്ടീൻ്റെ ആയിരിക്കും. ഓ, ഇവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു ചെറുക്കൻ. ഞാൻ കരുതി ഇപ്പോൾ മേലെ എത്തിയിട്ടുണ്ടാവുന്നു. ഇവിടെയൊക്കെ നോ പാർക്കിംഗ് എന്ന് എഴുതിയാലും അതിൻ്റെ മൂട്ടിൽ വണ്ടി നിർത്തിയില്ലെങ്കിൽ ഓരോരുത്തന്മാർക്ക് ഉറക്കം വരില്ല തോന്നുന്നു. ആ പരിപാടി ശരിയാവില്ല കേട്ടോ. കണ്ടില്ല, നട റോട്ടിലിട്ടിട്ട് വട്ടം കറക്കണം അവനൊക്കെ. ഇങ്ങോട്ട് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ആ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം ശരിക്കും കാണിച്ചു തരാൻ പറ്റിയില്ല. തിരിച്ചു പോകുമ്പോൾ എന്തായാലും കാണിക്കാം. പക്ഷെ അവിടെ നോ പാർക്കിംഗ് ആണ്. അപ്പോൾ അതൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ചിലപ്പോൾ അപ്പുറത്ത് വണ്ടി വെച്ചിട്ട് തിരിച്ച് നടന്ന് വരേണ്ടി വരും. ഏതാണ്ട് നമ്മളിപ്പോൾ ചുരത്തിൻ്റെ ടോപ്പിലെത്താനായിട്ടുണ്ട്. ഭാഗ്യത്തിന് ബ്ലോക്കൊന്നും ഇല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് മേലെ എത്തി. സാധാരണ ഓണം കഴിഞ്ഞ ദിവസമായതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് വരേണ്ടതാണ്. എല്ലാവരും എവിടെ പോയി എന്നറിയില്ല, പേടിച്ച് വീട്ടിലിരിക്കുകയായിരിക്കും ചുരത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട്. അപ്പോൾ ചുരത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ വണ്ടിയൊക്കെ കടത്തി വിടുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമല്ല മണ്ണിടിഞ്ഞിട്ടുള്ള, ഒരുപാട് സ്ഥലത്ത് ചെറിയതായും വലുതായിട്ടൊക്കെ മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഓ, നല്ല കോട കയറിയിട്ടുണ്ട്. ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ, ശരിക്കും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണു. ഒരു പാറേൻ്റെ സൈഡ് അങ്ങനെ പൊളിഞ്ഞ റോഡിൽ കിടപ്പുണ്ട്. അപ്പം നമ്മൾ തിരിച്ച് ഇതാ ചുരം കയറി. ഏതൊക്കെ നാട്ടിൽ പോയി കഴിഞ്ഞാലും തിരിച്ച് വരുന്ന സമയത്ത് തിരിച്ച് നമ്മുടെ താമരശ്ശേരി ചുരം കയറി. എന്താ ഇവിടെ ഒരു കോടയാണല്ലോ. നമ്മുടെ താമരശ്ശേരി ചുരം കയറിയിട്ട് ഇവിടെ ഒരു കവാടമുണ്ട്. അത് കയറുമ്പോൾ കിട്ടുന്നൊരു സുഖം വേറെ എവിടെ ഏതൊക്കെ നാട്ടിൽ തെണ്ടിത്തിരിഞ്ഞ് കിടന്നാലും ഇവിടെ ഈ ഒരു കവാടം കയറുമ്പോൾ കിട്ടുന്നൊരു ഫീൽ അതൊന്ന് വേറെ തന്നെയാണ്. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലാത്തൊരു കാര്യം കൂടിയാണ്.